there is secret. അത് വശീകരണമാണോ നിങ്ങൾ തിരിച്ചറിയണം. വശീകരണമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കോണം. പക്ഷെ യഹോശാഫാത്തിന് എന്ത് പറ്റിയില്ല? ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. അതിനുള്ളിൽ എന്ത് ചെയ്തു? മട്ടന്റെ അകത്തും ബീഫിനകത്തും ആര് വീണുപോയി? യഹോശാഫാത്ത് വീണുപോയി. എന്നിട്ട് പറഞ്ഞു, ബന്ധുക്കാരൻ പറയുകയാണ്, ആഹാബ് നമുക്ക് ഗിലെയാത്തിലെ രാമോത്ത് പോയി നമുക്ക് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്ത് പിടിക്കണം. അരുതാത്തതിനാരെ വിളിച്ചോണ്ട് പോകുക? എടാ, ബന്ധുക്കാരൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരൊരു കപ്പലുണ്ടാക്കി. ആര്? ബന്ധുക്കാരനും കൂടെ കൂടി ഷെയർ ഇട്ട് എന്ത് ചെയ്തു? കപ്പൽ മേടിച്ചു. വചനം വായിക്കുന്നത് എങ്ങോട്ട് പോകാനാണ്? തർസീസിലേക്ക് പോകാൻ. തർസീസിലേക്ക് പണ്ട് ശലോമോൻ തർസീസിലേക്ക് പോകാൻ ഒരു കപ്പലുണ്ടാക്കി. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ആനക്കൊമ്പ്, ചന്ദനം, കൊരങ്ങ്, മയില്, ഇതിനൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുവന്നത്, തർസീസിൽ നിന്ന് കൊണ്ടുവന്നത്. 3 വർഷത്തിൽ ഒരിക്കലേ ഈ കപ്പൽ എന്ത് ചെയ്യത്തുള്ളൂ. ഭയങ്കര ലാഭമാണ്. ദൈവകൃപയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവന്റെ തലമുറ ഇപ്പോൾ ദൈവഹിതമില്ലാത്ത ബന്ധത്തിലേക്ക്, ബിസിനസ്സിലായിപ്പോയി. പ്രാർത്ഥിച്ചവൻ ദൈവകൃപ ഇല്ലാത്തവന്റെ കൂടെ സംബന്ധം കൂടി രണ്ടുപേരും കൂടെ ബിസിനസ് ആരംഭിച്ചു. വചനം പറയുന്നു, തർസീസിലേക്ക് പോകുവാൻ വേണ്ടി യഹോശാഫാത്ത് കപ്പലുകളെ ഉണ്ടാക്കി. അത് ഉടഞ്ഞുപോയി. അടുത്ത വാക്യം ഇങ്ങനെയാണ്, യഹോവ അതിനെ ഉടച്ചു കളഞ്ഞു.